എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. cap.mgu.ac.in/UGCAP 2025/login.jsp എന്നുള്ള പേജുമായി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിനായിട്ടുള്ള അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നിലവിൽ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. MG ഓണേഴ്സ് ബിരുദം മഹാത്മാഗാന്ധി സർവകലാശാലയുടെ അഫിലിയേറ്റഡ് കോളേജുകളിലെ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളിലെയും സർവകലാശാല ക്യാമ്പസിലെ 4+1 പ്രോഗ്രാമിലെയും ഒന്നാം സെമസ്റ്റർ ക്ലാസുകൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. MG ഓണേഴ്സ് ബിരുദ ഏകജാല പ്രവേശനം പ്രകാരം മൂന്നാം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1ഉം 2ഉം അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളും മൂന്നാം അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചവരും 30/6/2025 വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് സ്ഥിരപ്രവേശനം പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതാണ്. എന്നാൽ ഒന്നാം ഓപ്ഷനുകളുടെ ഓപ്ഷനുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച SC/ST വിഭാഗത്തിൽപ്പെട്ടുള്ള വിദ്യാർത്ഥികൾക്ക് SC/ST വിഭാഗത്തിലായിട്ടുള്ള പ്രത്യേക ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് വരെ താൽക്കാലിക പ്രവേശനത്തിൽ തുടരാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പറോ പാസ്വേഡോ മറന്നു പോയിട്ടുണ്ടെങ്കിൽ കനോട്ട് ആക്സസ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട്, ഐ ഫോർഗോട്ട് മൈ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ റീസെറ്റ് മൈ പാസ്വേഡ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഐ ഫോർഗോട്ട് മൈ ആപ്ലിക്കേഷൻ നമ്പർ അഥവാ പാസ്വേഡാണ് മറന്നു പോയിട്ടുള്ളതെങ്കിൽ റീസെറ്റ് മൈ പാസ്വേഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. പിന്നീട് അടുത്ത സ്റ്റെപ്പിൽ എന്താണോ പറയുന്നത് ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നൽകി നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് നൽകി റീസെറ്റ് ചെയ്യാം. ആപ്ലിക്കേഷൻ നമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് റിക്കവർ ചെയ്ത് കിട്ടുന്നത് ആയിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് എന്നിവ കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്കൊരു തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ പറ്റും. അതുപോലെ തേർഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ഇൻ ദിസ് ടൈം അല്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും നിങ്ങൾ ടെമ്പററി അഡ്മിഷനിൽ തന്നെയാണ് തുടരുന്നതെങ്കിലും അതുപോലെ തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ആദ്യമായിട്ടോ അല്ലെങ്കിൽ പുതുതായിട്ട് മറ്റൊരു ഓപ്ഷനിലേക്കോ അലോട്ട്മെൻറ്റ് കിട്ടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സീറ്റിലേക്കാണോ നിങ്ങളുടെ അഡ്മിഷൻ അവിടെ കാണിക്കുന്നത് ആ ഒരു സീറ്റിൽ നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതാണ്. നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത പേജിൽ തന്നെ മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPI വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം അതുപോലെ ഓൾറെഡി മുമ്പ് ടെമ്പററി അഡ്മിഷൻ നേടുന്ന സമയത്ത് ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ജനറൽ കാറ്റഗറി വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ 1575 രൂപയാണ് ഫീസ് വരിക. SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ 50 രൂപയാണ് ഫീസ് വരിക. അത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത ശേഷം ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫീ പേയ്മെൻറ്റ് ഓൾറെഡി ചെയ്തവർ വീണ്ടും ചെയ്യേണ്ടതില്ല. അതുപോലെ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ മാത്രമാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആ ഒരു പേജിൽ തന്നെ മോഡ് ഓഫ് അഡ്മിഷൻ എന്ന് കാണാൻ പറ്റും. അപ്പോൾ മോഡ് ഓഫ് അഡ്മിഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ SC/ST വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റത്തെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വരെയാണ് നിങ്ങൾക്ക് ഈ രീതിയിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കാനുള്ള സൗകര്യമുള്ളത്. അതേസമയം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സീറ്റ് തന്നെ മതിയെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ മോഡ് ഓഫ് അഡ്മിഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ സാധാരണ SC/ST അല്ലാത്ത വിദ്യാർത്ഥികളാണെങ്കിലും അതുപോലെ SC/ST വിഭാഗത്തിൽ തന്നെ ഇഷ്ടപ്പെട്ട സീറ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള വിദ്യാർത്ഥികളും മോഡ് ഓഫ് അഡ്മിഷൻ എന്നുള്ളത് സെലക്ട് ചെയ്ത ശേഷം പെർമനൻറ്റ് അഡ്മിഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ SC/ST വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വരെ ടെമ്പററി അഡ്മിഷൻ തുടരാം. അങ്ങനെ SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് ടെമ്പററി അഡ്മിഷൻ തുടരണമെന്നുണ്ടെങ്കിൽ മോഡ് ഓഫ് അഡ്മിഷൻ സെലക്ട് ചെയ്ത ശേഷം അത് ഫീ പേയ്മെൻറ്റ് ഇതുവരെ ചെയ്യാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു മോഡ് ഓഫ് അഡ്മിഷൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് അതിൽ ടെമ്പററി അഡ്മിഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതും അതിനുശേഷം അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ടെമ്പററി അഡ്മിഷൻ അവിടെ ഉറപ്പാക്കേണ്ടതും പിന്നീട് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും യൂണിവേഴ്സിറ്റിയുടെ കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതും ആണ്.
അപ്പോൾ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടണം. ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം നിങ്ങൾ അഡ്മിഷനായിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, അഡ്മിഷനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒന്നാമത്തെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയാണ്. അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അതുപോലെ TC സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ +2 സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ ഇക്വലൻസ് സർട്ടിഫിക്കറ്റ്. ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ തുല്യതാ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നവർ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് MG യൂണിവേഴ്സിറ്റി എന്നുള്ളത് ഹാജരാക്കണം. അതുപോലെ തന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർക്ക്, അത് CBSE ICSE വിദ്യാർത്ഥികൾക്ക്, അതായത് കേരളത്തിന് പുറത്തുള്ള ബോർഡുകളിൽ നിന്നാണ് നിങ്ങൾ +2 പാസ്സായതെങ്കിൽ മാത്രമാണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്. അതുപോലെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഈ ഒരു SCBC വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ EWS വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോണസ് പോയിൻറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെയിറ്റേജോ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ആ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജൂൺ 30 വരെയാണ് കോളേജിൽ ജോയിൻ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോളേജിൽ പോകുന്നതിന് മുമ്പായിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ എത്ര രൂപയാണ് ഫീസ് അടക്കേണ്ടതെന്ന് കൃത്യമായിട്ട് കോളേജിൽ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കാരണം കോളേജിൽ ഈ ഒരു കോഴ്സിന് സെപ്പറേറ്റ് ഫീസ് ആയിരിക്കും. അത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം കോളേജിൽ അഡ്മിഷനായിട്ട് പോവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ ജൂൺ 30 വൈകുന്നേരം 4 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ നേടാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.